ശ്രീ രാജീവ് ഒയിൻവി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ കോളേജ് മേറ്റ്സാണ്. ശ്രീ കിരീടമുണ്ണി സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റ്. ശ്രീ GS വിജയൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംവിധായകൻ, എൻ്റെ സുഹൃത്ത്. ശ്രീ സനൽകുമാർ, കലാകാരനും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ സനൽകുമാർ. ശ്രീമതി അംബിക നാഗവള്ളി, ശ്രീമതി സുന്ദരി നാഗവള്ളി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിവേക് നാഗവള്ളി. ഈ സദസ്സിൽ വേണുചേട്ടനോടുള്ള സ്നേഹം രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ള അതിവിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ റോള് ഒരു ചെറിയ പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പ്രമോദ് പയ്യന്നൂരാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കുകൾ കാരണം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം അത് നിർവഹിക്കാൻ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വഴികാട്ടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് പേരാണ് ഈ സിനിമാ രംഗത്തുള്ളത്. ശ്രീ നെടുമുടി വേണു, ശ്രീനിവാസൻ, ഇന്നസെൻറ്റ്, അങ്ങനെ ജഗതി ചേട്ടൻ, അങ്ങനെയുള്ളവരുടെ ലിസ്റ്റിൽ വളരെ പ്രാധാന്യത്തോടെ വളരെ ആദരവോടെ ഞാൻ എന്നും നോക്കിക്കണ്ടിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ വേണു നാഗവള്ളി. വേണുചേട്ടനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ നാഗവള്ളി RS കുറുപ്പിൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. റേഡിയോ നാടകത്തിൽ, അത് മാർ ഇവാനിയോസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഓഡിഷനിലൂടെ ആകാശവാണിയിലെ ഡ്രാമ ആർട്ടിസ്റ്റായിട്ട് എനിക്ക് രംഗപ്രവേശം നടത്താൻ കഴിഞ്ഞു. നാഗവള്ളി RS കുറുപ്പ് സാറിൻ്റെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം വേണുചേട്ടനുമായിട്ടുള്ള ബന്ധം വളരെ അടുപ്പത്തിലാകുന്നത് അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവേശിച്ചതിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞിരുന്നു. ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് വേണു നാഗവള്ളി എന്ന് പറഞ്ഞു തുടങ്ങുന്ന സരസമായ രസകരമായ സംഭാഷണങ്ങൾ, ഓരോ പാട്ടിനും അവതരണമായി അദ്ദേഹം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ പാട്ടിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകടമാക്കുന്ന രീതിയിൽ ശ്രോതാക്കളുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ച് അദ്ദേഹം നടത്തുന്ന ആ ഒരു സല്ലാപം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പ്രൗഢഗംഭീരമായ പ്രഭാഷണം എന്നതിനപ്പുറം ഇഷ്ടഗാനങ്ങൾ സരസമായി അവതരിപ്പിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ആകാശവാണിയിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ചിറ്റ്ചാറ്റിലൂടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുവരെ ഇഷ്ടഗാനങ്ങളോ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത് പിന്നെ ഇടുക്കിയിൽ നിന്നും രാമചന്ദ്രൻ, കൊല്ലത്ത് നിന്നും എബ്രഹാം, കോഴിക്കോട്ട് നിന്നും മുഹമ്മദും കുടുംബവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഫോർമലായിട്ടുള്ള രീതിയിൽ ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരുടെ പേരുകളൊക്കെ വായിക്കുക. അതിനപ്പുറം ഒരു സല്ലാപത്തിൻ്റെ രീതിയിൽ പാട്ടുകൾ അവതരിപ്പിച്ച് തുടങ്ങിയത് വേണുചേട്ടനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം പരിചയം പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഇടയിൽ വന്നതിന് ശേഷമാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. വേറൊരു അടുപ്പം കൂടിയുണ്ട്. അത് പറയുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ രാജ്കുമാർ, അദ്ദേഹം ഇന്നില്ല, സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത രാജ്കുമാറിൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് വേണുചേട്ടൻ. വേണുചേട്ടനാണ് ഞാൻ തിരുവനന്തപുരത്തെ പല വീടുകളിലും പല വാടക വീടുകളിലും താമസിച്ചിരുന്നത്. ഇവിടെ അടുത്ത തൈക്കാട് മൈതാനത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ പൗണ്ട് കോളനിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് വേണുചേട്ടനും എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള അടുപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കാൻ നേരത്ത് വേണുചേട്ടനോട് ഞാൻ പറഞ്ഞു, ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി എനിക്കൊരു വീട് വയ്ക്കണം, സ്വന്തമായിട്ടൊരു വീടില്ല, എൻ്റെ സ്വപ്നമാണ്. അപ്പോൾ വേണുചേട്ടനാണ് സജസ്റ്റ് ചെയ്തത്. അതിന് ജഗദീശ ഒരു കാര്യം ചെയ്യും, ചന്ദ്രമോഹനെ ചെന്നൊന്ന് കണ്ടാൽ മതി. ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ രാജ്കുമാറിൻ്റെ എൻ്റെയൊക്കെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ചന്ദ്രമോഹൻ എന്ന ആർക്കിടെക്റ്റുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുമാരിൽ ഒരാളാണ് ചന്ദ്രമോഹൻ. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം
അത് തുടങ്ങാനുള്ള ഒരു നിമിത്തമായത് വേണിച്ചേട്ടനാണ്. പിന്നീട് വേണിച്ചേട്ടൻ കഥാകൃത്ത് എന്ന നിലയിൽ, തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡായി. ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ പല ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകി, ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ ചിത്രങ്ങളിലൂടെ. പിന്നെ അദ്ദേഹത്തിനുള്ളിൽ ഒരു നല്ല റൈറ്റർ ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ കുറേ സ്ക്രിപ്റ്റുകൾ, നല്ല നല്ല സ്ക്രിപ്റ്റുകൾ അദ്ദേഹം എഴുതി. അതിൽ ഗുരുജി ഒരു വാക്ക് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ്. എന്തായാലും അദ്ദേഹത്തിന് സംഗീതവുമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ, അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള ചിത്രങ്ങളിൽ, അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ എല്ലാം തന്നെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. തിരക്കഥ എഴുതിയിട്ടുള്ള ഗുരുജി ഒരു വാക്കിൽ എത്ര നല്ല പാട്ടുകളുണ്ടെന്നറിയാം. ഈ ഗാനം മറക്കുമോ എന്ന ഒരു ചിത്രം, അതത്ര വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ വേണിച്ചേട്ടൻ റൈറ്റർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം പിന്നീടാണ് സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കടന്നു വരുന്നത്. സുഗമോ ദേവി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത്. ആ സമയത്തൊക്കെ സുഗമോ ദേവി സമയത്ത് എനിക്ക് വേണിച്ചേട്ടനുമായിട്ട് അത്ര അടുപ്പമില്ല. സുഗമോ ദേവിയുടെ റിലീസിന് ശേഷം അത് ഒരു സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും, അപ്പോഴേക്കും ഞാനും സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഓടരതമ, വാളറിയാം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നീ ചിത്രങ്ങളിലൂടെ ഞാൻ സിനിമാ രംഗത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ വേണിച്ചേട്ടനുമായിട്ട് വളരെയധികം അടുപ്പം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ നിരന്തരം അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം എനിക്കൊരു അവസരം തരുന്നത് സർവകലാശാല എന്ന ചിത്രത്തിലാണ്. വലിയ വേഷമൊന്നുമില്ല, പക്ഷേ അതിനകത്തൊരു പിവറ്റൽ റോളാണ്, ഒരു ലൈബ്രറിയൻ്റെ വേഷം. അപ്പോൾ ഈ ചെറിയ വേഷമാണെന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ലാതെ തുല്യമായിട്ടുള്ള പരിഗണന എല്ലാവർക്കും നൽകിയിരുന്ന ഒരു സ്നേഹസമ്പന്നനായിരുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാ കാലത്തും, ഉണ്ണി സൂചിപ്പിച്ച പോലെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അധികം സുഹൃത്തുക്കളില്ല, പക്ഷെ ഉള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ വിവാദമായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം എന്നും കണ്ടിട്ടുള്ളത്. ഒരു യഥാർത്ഥ സഖാവിന് ഈശ്വരവിശ്വാസവും ആകാം, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്, ആ കമ്മ്യൂണിസ്റ്റിന് കൂടുതൽ പ്രസക്തിയുണ്ട് സമൂഹത്തിൽ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അക്കാലത്ത് അതൊരു വിവാദമായി മാറിയിരുന്നു. പക്ഷേ ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്, ഈശ്വരവിശ്വാസിയാകാം ഒരു കമ്മ്യൂണിസ്റ്റിന്. വിശ്വാസവും പ്രത്യയശാസ്ത്രവുമായി അങ്ങനെ അകൽച്ച പാലിക്കേണ്ട കാര്യമില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു. വേണിച്ചേട്ടൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്, അതേസമയം ഒരു ഈശ്വരവിശ്വാസിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ, സുഹൃത്ത് ബന്ധത്തിൻ്റെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ, സമൂഹത്തിൽ എന്തൊക്കെയാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടത്, ഒരു കലാകാരൻ്റെ പ്രതിബദ്ധത എന്താണ്, സമർപ്പണം എന്താണ്, എന്തായിരിക്കണം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. അതനുസരിച്ച് പ്രവർത്തിച്ചു. തൻ്റെ സിനിമകളിൽ ഹാസ്യമായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനകത്ത് ഒരു ഇമോഷൻസിന്, സെൻറ്റിമെൻറ്റ്സിന് അദ്ദേഹത്തിന് എക്കാലത്തും പ്രിയങ്കരമായിരുന്നു. ഹ്യൂമറൊക്കെ അവതരിപ്പിച്ച്, അപ്പോൾ സുഗമോ ദേവി എന്ന ആദ്യ ചിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ബോണ്ടിങ് എന്ന് പറയുന്നത്, മോഹൻലാൽ ജഗതി ചേട്ടൻ്റെ ആ കോമ്പിനേഷൻ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് ഭാഗ്യവശാൽ അതിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് മോഡൽ സ്കൂളിൽ. സൈമൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നോക്കൂ, ആ സൈമൺ പാടിയിരുന്ന ഒരു പാട്ടിന്, എനിക്ക് പാട്ടൊന്നും ഓർമ്മയില്ല, പക്ഷേ ആ പാട്ടിൻ്റെ ഒരു വരി എൻ്റെ മനസ്സിൽ, ഞാനന്ന് സൈമണൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വേണിച്ചേട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയത്ത് സൈമൺ പാടിയിരുന്ന ഒരു പാട്ടിൻ്റെ ഒരു വരി എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം സൈമൺ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചു പോകുന്നത്. സൈമൺ വിട്ടുപിരിയുന്നത്. അപ്പോൾ ആ കവടിയാർ റോഡിൽ ബൈക്കിൽ പോകുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. ഒരു ഡേഞ്ചർ സിഗ്നലൊന്നും, റെഡ് ലൈറ്റൊന്നും ഇല്ലായിരുന്നു. രാത്രി ആ കാളവണ്ടിയിൽ ഇടിച്ചാണ് സൈമൺ മരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മ അതാണ്. അന്ന് സൈമൺ ഗാനമേളയിലും വളരെ സീനിയർ വിദ്യാർത്ഥിയാണ്, എൻ്റെ വളരെ സീനിയർ വിദ്യാർത്ഥിയാണ്, വേണിച്ചേട്ടനും പാടിയിട്ടുണ്ട്. അന്ന് സൈമൺ പാടിയ പാട്ട്, സുന്ദരി ഈ മധുരിമമായുകയില്ലേ സുന്ദരി ലവ് ലവ് ലയ മുझे
ലവ് ലവ് ലൈല, അങ്ങനെ ഒരു പാട്ട് പാടിയതായിട്ട് എത്രയോ വർഷം ഞാൻ ഓർത്തിരുന്നു. അപ്പോൾ ഞാൻ വേണിച്ചേട്ടനോട് പറഞ്ഞു സൈമണിൻ്റെ ഈ പാട്ട്. അപ്പോൾ വേണിച്ചേട്ടൻ ഓർത്തു ഇതെങ്ങനെ ഓർത്തിരിക്കുന്നു ജഗദീഷ് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അത്രത്തോളം നമ്മളൊരു മോഡൽ സ്കൂളിലെ ആ വിദ്യാർത്ഥി ജീവിതത്തിൽ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പ്രതിഭാധനരായ സീനിയേഴ്സ്, നമ്മുടെ സീനിയേഴ്സ്, അവരെ അവതരിപ്പിച്ചിട്ടുള്ള ജഗതിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, അവരൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള കലാപരിപാടികൾ കണ്ട് അന്ന് ഇംഗ്ലീഷ് നാടകമൊക്കെ മെർച്ചൻ്റ് ഓഫ് വെനീസ്, ഡബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞൊരു നാടകമൊക്കെ കണ്ട് ഞാൻ സ്തബ്ധനായിരുന്നു പോയിട്ടുണ്ട്. വെളിയിൽ നിന്നൊരു ട്രൂപ്പ് വന്ന്, കാബൂളിവാല എന്ന് പറഞ്ഞ ട്രൂപ്പ്, അന്ന് 25 പൈസ ടിക്കറ്റായിരുന്നു. ടിക്കറ്റ് എടുത്ത് ആ കാബൂളിവാല എന്ന് ഉണ്ണിക്കൊക്കെ ഓർമ്മ കാണും ആ നാടകം. അത് കണ്ട് ഞങ്ങളൊക്കെ വളരെയധികം ഇംപ്രസ്ഡായി, വളരെ രസകരമായി കാണാൻ കഴിഞ്ഞ ഒരു നാടകമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ വേണിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഫ്രണ്ട്സിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഒരർത്ഥത്തിൽ ജീവിതം ഹോമിച്ച ഒരു കലാകാരനാണ്. കാരണം സ്വന്തമായിട്ട് അദ്ദേഹം ഒരു അസറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാലത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ പൈസയുടെ പിന്നാലെ, പണത്തിൻ്റെ പിന്നാലെ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. സുഹൃത്ത് ബന്ധം വെച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് പടം പ്രൊഡ്യൂസ് ചെയ്യാം. മോഹൻലാലുമായിട്ടുള്ള ബന്ധം അനുസരിച്ചാണെങ്കിൽ വേണിച്ചേട്ടനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാം. ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ. മാത്രമല്ല, അദ്ദേഹം വഴുതക്കാട് താമസിക്കുമ്പം ഞാൻ ഓർക്കുന്നു, ഒരുപാട് ഫ്രണ്ട്സ് വൈകുന്നേരം വരും. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. എല്ലാവർക്കും പൈസ മുഴുവൻ കൊടുക്കുന്ന വേണിച്ചേട്ടനാണ്. മറ്റാരെയും കൊടുക്കാൻ സമ്മതിക്കില്ല. അമ്മ അസോസിയേഷനിൽ കൈനീട്ടം, അത് എന്താ പറയുക, കലാകാരന്മാർ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള ഒരു പൈസയല്ല. സർവീസ് ഏതെങ്കിലും തരത്തിൽ മലയാള സിനിമയെ സേവിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വളരെ ബഹുമാനത്തോടെ ആദരവോടെ നൽകുന്ന ഒരു സഹായം, അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷനാണ് എന്ന് പറഞ്ഞിട്ട് പോലും വേണിച്ചേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട. സാമ്പത്തികമായി പ്രശ്നങ്ങളുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അമ്മയിലുണ്ട്, നിങ്ങൾ അവർക്കാർക്കെങ്കിലും കൊടുക്കൂ. അങ്ങനെ പറയുമ്പോൾ പോലും വേണിച്ചേട്ടനൊരു വളരെ പൈസയുള്ള ആളൊന്നുമല്ല, പണക്കാരനല്ല. അദ്ദേഹം പറഞ്ഞത് അതാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഈ അമ്മയുടെ കൈനീട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം വാങ്ങിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കും, അതായിരുന്നു വേണിച്ചേട്ടൻ. ജീവിച്ചപ്പോൾ മുഴുവൻ ഒരു റോയൽ ലൈഫായിരുന്നു. ആരുടെയും മുന്നിൽ കൈനീട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രിൻസിപ്പിളുള്ള മനുഷ്യനാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതേപോലെ അവസരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പുള്ള അദ്ദേഹം വന്നതെല്ലാം KG ജോർജ് സാറിൻ്റെ ഉൾപ്പെടെയുള്ള വളരെ പ്രതിഭാധനരായ മോഹൻ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ ആരോടെങ്കിലും ചെന്ന് അവസരത്തിന് വേണ്ടി കൈനീട്ടാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. അപൂർവം ചിത്രങ്ങളിൽ മാത്രമേ അദ്ദേഹമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ, അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സീരിയൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൈരളി വിലാസം ലോഡ്ജ് എന്ന് നെടുമുടി വേണിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത TV സീരിയലിൻ്റെ ഒരു ടീമെന്ന് പറയുന്നത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ടീമാണ്. ആലോചിച്ച് നോക്കൂ, ശ്രീ നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്നു കൈരളി വിലാസം ലോഡ്ജ്. ശ്രീ വേണു നാഗവള്ളി, ജഗന്നാഥൻ ചേട്ടൻ, കരമന ജനാർദ്ദൻ നായർ ചേട്ടൻ, MS തൃപ്പൂണിത്തുറ, മണിയമ്പിള്ള രാജ്, ഞാൻ, ഇന്നസെൻ്റ് ഏട്ടൻ, ശ്രീനിവാസൻ, അങ്ങനെ ഒരു നല്ല ടീമാണ്. കുറേ ദിവസം 13 എപ്പിസോഡേ ഉള്ളൂ. അത് ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 25 ദിവസം ഒരു ഷെഡ്യൂൾ ചിത്രാഞ്ജലിയിൽ ഒരു സെറ്റിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ വേണിച്ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ള വേഷങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക, സർവകലാശാലയിലെ ലൈബ്രറി, അതിനുശേഷം സ്വാഗതം എന്ന ചിത്രത്തിൽ അദ്ദേഹം എനിക്ക് തന്ന കഥാപാത്രത്തിൻ്റെ പേര് തന്നെ ഡിഫറെൻ്റാണ്. ഹിറോഷൻ, അങ്ങനെ ഒരു പേര് ഇവിടെ കേരളത്തിൽ ആർക്കും കേട്ടിട്ടില്ല. ഹിറോഷിമ, നാഗസാക്കി, ആ ബോംബിട്ട സ്ഥലങ്ങൾ, ജപ്പാനുമായിട്ടുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് എനിക്കിട്ട പേരാണ് ഹിറോഷൻ. അപ്പോൾ അന്ന് ഞാൻ മിമിക്രി പോലെ രാഷ്ട്രീയ നേതാക്കൾ നടക്കുന്ന ശൈലിയൊക്കെ ഞാൻ വേണിച്ചേട്ടൻ്റെ മുന്നിൽ നടന്ന് കാണിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരൻ ഇങ്ങനെയായിരിക്കും നടക്കുക, കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയായിരിക്കും നടക്കുക എന്ന് പറഞ്ഞാൽ വേണിച്ചേട്ടൻ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യും. അതായത് വേണിച്ചേട്ടൻ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സഫക്കേഷൻ തോന്നും. ഒരു ശ്വാസം എടുക്കാത്ത രീതിയിൽ ചിരിക്കും. ഞാനിങ്ങനെ കോൺഗ്രസ്സുകാരൻ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ അത്രയും ചിരിയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വേണുചേട്ടൻ്റെ ഈ ചിരി തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു പടത്തിൽ അവതരിപ്പിക്കാം. പിന്നെ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ സ്വാഗതത്തിൽ എനിക്കധികം ഡയലോഗൊന്നുമില്ല. ഏത് സമയം നോക്കിയിരുന്നാലും ഞാൻ എൻ്റെ കാമുകിയായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താണ് ഇവർ ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണുചേട്ടൻ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറാണ്. ഹിറോഷൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അഗ്നിദേവനിലെ ക്യാരക്ടർ മുരുകൻ എന്ന് പറയുന്ന കഥാപാത്രം, കൊതുക് കണ്ട അലർജിയുള്ള ഒരു ക്യാരക്ടർ. അത് എത്ര രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഈ 15-ാം ഓർമ്മ ദിനം ഇത് ആചരിക്കേണ്ടതല്ല, ആഘോഷിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. വേണുചേട്ടൻ അങ്ങനെ സങ്കടപ്പെട്ട് വേഷങ്ങളിലെല്ലാം ഒരു നിരാശ, രാഹുലിൻ്റെ കഥാപാത്രമായിരുന്നാലും അങ്ങനെയുള്ള ശാലിനി എൻ്റെ കൂട്ടുകാരിലെ കഥാപാത്രമായിരുന്നാലും എല്ലാം വിഷാദ ചുവയുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഉള്ളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ അതൊരിക്കലും അദ്ദേഹം ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ഒരു ഗ്ലൂമി അന്തരീക്ഷം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇനി ഇന്നത്തെ സംഗീത വിരുന്നിനെക്കുറിച്ച് ONV രാജീവ് ONV ഉണ്ട്. എനിക്ക് പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വേണുചേട്ടനുമായി ബന്ധപ്പെട്ട ഒരു പാട്ടും എന്നെ പോലുള്ള ഒരു കലാകാരന് പാടാൻ കഴിയില്ല. അത് കല്ലറ ഗോപൻ സമ്മതിക്കും, കാരണം പാടാൻ കഴിയില്ല. ഞാൻ പാടി എങ്ങനെയുണ്ട് സുഖമോ ദേവി, അപ്പോൾ കല്ലറ ഗോപൻ പറയും ചേട്ടാ അങ്ങനെയല്ല സുഖമോ ദേവി, അതല്ലേ ഞാൻ പാടിയത്. അല്ലല്ല അങ്ങനെയല്ല ചേട്ടാ, അതിൻ്റെ സ്വരസ്ഥാനം തെറ്റാണ്, അത് പാടാൻ പറ്റില്ല. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, അയ്യോ ചേട്ടാ അങ്ങനെയല്ല, അത് സ്വരസ്ഥാനം തെറ്റാണ്. ചേട്ടാ ഒന്ന് എടുത്ത് നോക്കി, മഞ്ഞിൻ ചേട്ടാ ഒന്ന് പറയാം, മഞ്ഞിൻ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, അതേപോലെ ഒന്നും എനിക്ക് പാടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പാടാനില്ല എന്ന് രാജീവിനോട് പറഞ്ഞു. ടഫ് സോങ്സ് ആണ്. അനുരാഗിണി ഹിതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അങ്ങനെയൊക്കെ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ അയ്യോ പൂക്കൾ അങ്ങനെയല്ല, പൂക്കൾ പൂക്കൾ അങ്ങനെ തിരുത്താൻ പോകും. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ പാടുന്നില്ല. അത്ര ടഫ് സോങ്സ് ആണ്. വേണുചേട്ടൻ സംഗീതമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് വളരെ സ്വീറ്റ് മെലഡീസാണ്, പക്ഷേ ടഫ് സോങ്സ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെമ്പക പുഷ്പ സുവാസിതയാമം, അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. നമ്മൾ കുറച്ച് ലൈറ്റായിട്ടുള്ള സോങ്സൊക്കെ ഒപ്പിച്ച് പോകുമ്പോൾ വേണുചേട്ടനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ പാട്ടുകളും, അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകൾ, അഗ്നിദേവനിലെ പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഈ അതേപോലെ അങ്ങ് പാടാൻ തോന്നും. പാട്ടില്ല. ആ സ്വാഗതത്തിലെ ആ പാട്ട് ഇടയ്ക്കുള്ള വായ്ത്താരികൾ പോലത്തുള്ള ചില സംഭവങ്ങളൊക്കെ നോവലായിട്ടുള്ള സോങ്ങാണ്. ആ മഞ്ഞിൻ ചിറകുള്ള അതിൻ്റെ ഇടയിലുള്ള ആ ഒരു മിക്സ് ചെയ്തിരിക്കുന്ന രീതിക്ക് മഞ്ഞിൻ ചിറകുള്ള വെള്ളരി പ്രാവേ, അതിൻ്റെ ഇടയ്ക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ അതിലേക്ക് പാട്ട് എന്തൊരു ടഫ് നൽകി. ഒരിക്കലും ഇതൊക്കെ പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കേട്ട് ഞാൻ അതൊക്കെ അപർണയെന്ന് പാടും തോന്നുന്നു. അങ്ങനെയുള്ള ടഫ് സോങ്സ് ഇവിടെ പാടാൻ നല്ല ഒരു ടീം ഓഫ് സിംഗേഴ്സ് ഉണ്ട്. അവർ പാടി നമ്മളെ വേണുചേട്ടൻ്റെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ സന്ധ്യ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വേണുചേട്ടനോടുള്ള ആ സ്നേഹം, വേണുചേട്ടനുള്ള ബഹുമാനം, വേണുചേട്ടനോടുള്ള ആദരവ് അത് പ്രകടിപ്പിക്കാനായിട്ട്, അത് രേഖപ്പെടുത്താനായിട്ടാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഞാൻ രാജീവ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് വെക്കണ്ട, ഞാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും രാജീവ് എന്ന് പറഞ്ഞപ്പോൾ രാജീവ് പേര് വെച്ച് എനിക്ക് കാർഡൊക്കെ അയച്ചു. എനിക്ക് ടെൻഷനായി. ഞാൻ പത്തനംതിട്ട ഷൂട്ട് ചെയ്യായിരുന്നു, ഡോസ് എന്ന് പറഞ്ഞൊരു ചിത്രം. അന്ന് അവർ പറഞ്ഞത് ആ ദിവസം ഒരു ദിവസം എക്സ്റ്റെൻഡഡ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ എത്തിയില്ലെങ്കിൽ അതൊരു ഗുരുനിന്ദയായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു. എനിക്ക് തോന്നി. കാരണം വെച്ചാൽ എൻ്റെ കരിയറിൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ജഗദീഷാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സിനിമാ രംഗത്തെ പ്രമുഖരിൽ ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണ് ശ്രീ വേണു നാഗവള്ളി. അദ്ദേഹത്തിൻ്റെ ഈ 15-ാം ഓർമ്മദിനം ഇങ്ങനെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ശ്രീമതി ലളിതാംബിക നാഗവള്ളി,
അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മകനെ പോലെ ഞങ്ങളെല്ലാവരും കണക്കാക്കുന്ന വിവേക്, ഒരുപാട് നന്ദി, സന്തോഷം എല്ലാം രേഖപ്പെടുത്തുകയാണ്. ഈ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.